ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് ധാവണി സെറ്റ്സ് ആണ്. ഇത് നമ്മളൊരു ഡ്രസ് കോഡായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരേ ഡിസൈനിലുള്ള പല കളേഴ്സ് ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ ഈ ഡ്രസ് കോഡ്സിനെ കുറിച്ച് കുറച്ച് കാര്യം പറയാം. ഡ്രസ് കോഡ് എടുക്കുന്ന സമയത്ത് എപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ വരും. കാരണം ഒന്നാമതായിട്ട് നമ്മൾ കുറെ ആളുകളുടെ അഭിപ്രായം കൂടി വരുന്ന ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് എപ്പോഴും കൺഫ്യൂസിങ് ആയിരിക്കും. ഓരോരുത്തർക്ക് പേഴ്സണൽ പ്രിഫറൻസസ് ഉണ്ടാവും. അതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു എന്താ പറയാ ഭയങ്കര ചലഞ്ചിങ് ആണ്. അതുകൂടാതെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന ഒരു ഏരിയ എന്താന്ന് വെച്ചാല് ഓരോ ആളുകളും ഡിഫറെന്റ് ആയിരിക്കും. എന്ന് വെച്ചാല് ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വെഡിങ്ങിന് വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഡ്രസ് കോഡ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ നാച്ചുറൽ ആയിരിക്കും. എന്ന് വെച്ചാൽ സ്കിൻ ടോൺ ആണെങ്കിലും അല്ലെങ്കിൽ ബോഡി ഷേപ്പ് ആണെങ്കിലും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ചിലര് തടിച്ചിട്ടായിരിക്കും, ചിലര് ഭയങ്കര സ്ലിം ആയിരിക്കും, ചിലർക്ക് കളർ കുറവായിരിക്കും. അങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ ഒരേപോലെ ഡ്രസ്സ് എടുക്കുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ടും വരുന്നത്. എസ്പെഷ്യലി പാർട്ടി വെയർസ് ഒക്കെ ചൂസ് ചെയ്ത സമയത്ത് കാഷ്വൽസ് ആകുമ്പോൾ വലിയ സീനില്ല, പാർട്ടി വെയർസ് ആകുമ്പോൾ ഈ ഒരു പ്രശ്നം അധികമായിട്ടും വരും. ഈ ഒരു കേസിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ കേസിലാണ് നമ്മളൊരു ഡിസൈനേഴ്സുമായിട്ട് എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ നമ്മൾ ഈ കാട്ടാൻ പോകുന്ന ഡിസൈനിൽ തന്നെ അവർക്ക് ഇതേ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ കസ്റ്റമർക്ക് അവർക്ക് 4 ഡ്രസ്സായിരുന്നു വേണ്ടത്. അവർക്ക് എല്ലാവർക്കും ഹാഫ് സാരി സൂട്ടാണ്. എന്ന് വെച്ചാൽ ഹാഫ് സാരി എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിൽ വരുന്ന കളേഴ്സിനൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഓരോരുത്തരുടെയും ഫോട്ടോസ് നമുക്ക് സെപ്പറേറ്റ് അയച്ചു തരണം. അവർക്ക് ചെയ്യുന്ന കളർ നമ്മൾ ഇവിടുന്ന് സജസ്റ്റ് ചെയ്യാണ് ഉണ്ടായത്. എനിവേ ഇതുപോലെ നമുക്ക് എല്ലാ കേസിലും ഇത് പോസിബിൾ ആണ്. ഇതിപ്പോ കളറിന്റെ കേസ് മാത്രമേ അവർക്ക് പ്രശ്നമുള്ളായിരുന്നു. ഹാഫ് സാരി എല്ലാവർക്കും ചേരുന്നതായിരുന്നു. ചില കേസിൽ ചിലപ്പോ ചില ആളുകൾക്ക് സ്കേർട്ട് ആൻഡ് ടോപ്പ് ആയിരിക്കും വേണ്ടത്, പക്ഷെ ചില ആളുകൾ സ്കേർട്ട് ആൻഡ് ടോപ്പ് യൂസ് ചെയ്യില്ല. അവർക്ക് അത് ചിലപ്പം ധാവണി പോലെ വേണ്ടി വരും, അല്ലെങ്കിൽ സാരി പോലെ വേണ്ടി വരും. ഇങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഇങ്ങനത്തെ കേസിൽ എപ്പോഴും നമുക്ക് ഒരു സജഷൻ ചോദിക്കുക. എന്ന് വെച്ചാൽ ഡിസൈനറുമായിട്ട് എപ്പോഴും കോണ്ടാക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ റിക്വയർമെന്റ്സ് എന്താണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഒരേ കളർ കോമ്പിനേഷനിലുള്ള ഡിഫറെന്റ് പാറ്റേൺസ് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരേ സെയിം പാറ്റേണിൽ ഡിഫറെന്റ് കളർ കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഇതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ഡ്രസ്സിലും ഒരു കോമൺ ഫാക്ടർ വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഡ്രസ് കോഡ് ആണോ ചോദിക്കാൻ, ഡ്രസ് കോഡ് ആവുകയും ചെയ്യും. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടും. അതായത് എന്താ പറയാ കളറിന്റെയോ അല്ലെങ്കിൽ എന്തിന്റെ ആണെങ്കിലും ബോഡി ഷേപ്പിന്റെയോ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു കിട്ടും. എസ്പെഷ്യലി ഫാമിലി ഡ്രസ് കോമ്പോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് പലരും പല രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നേ. അപ്പൊ ഇനിയിപ്പോ ഡ്രസ് കോഡ് എടുക്കുന്ന കാര്യത്തിൽ അങ്ങനത്തെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഡയറക്റ്റ് ആയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള സജഷൻസും തരും, ഡ്രസ് ഡിസൈൻ ചെയ്യും. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ചെക്ക് ചെയ്ത വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. കുറെ ഡിസൈൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാം. ഇനി ഞാൻ ഈ ചാനലിൽ കാട്ടുന്ന ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൈസ് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ എന്റെ വാട്സപ്പിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ താഴത്തായിട്ട് അതിന്റെ വാട്സപ്പ് നമ്പറായിട്ടും കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഡെയിലി അപ്ഡേറ്റ്സ് വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഡിസൈൻസിന്റെ ഫോട്ടോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ആ ധാവണി ഡിസൈൻസ് എങ്ങനെയാണെന്നുള്ളത് കണ്ടു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ധാവണിയുടെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത്. 4 കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ തന്നെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം എത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു കളക്ഷൻ എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ഷൈൻ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണിത്. അപ്പൊ കണ്ടോ, 4 പേരിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ലുക്ക് കിട്ടും. 4 കളർ കോംബോ ആണ്, പക്ഷെ ഡിസൈൻ ഒക്കെ സെയിം ആണ്. നമുക്ക് ഏതാണ് ഏറ്റവും നല്ലതെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം ഒന്നോട് ഒന്ന് എല്ലാം സൂപ്പറാണ്. കളേഴ്സ് ആണെങ്കിലും പാറ്റേൺ ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയാണ്. ഇതിന്റെ ഇപ്പൊ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ സ്കേർട്ടിന്റെ ഒക്കെ ഒരു ഫ്ലെയറും വിരിവും
അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾ ചില ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ധാവണിയുടെ കാര്യത്തിൽ റേറ്റിൽ മീൻസ് എന്ന് വെച്ചാൽ ചില സ്ഥലത്തുനിന്ന് ചീപ്പായിട്ട് ധാവണി കിട്ടാനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലെയറും ഈ ഒരു ഫിനിഷിങ്ങും ഒന്നും അങ്ങനത്തെ ധാവണിയിൽ കിട്ടില്ല. അതുപോലെ തന്നെ ഇത്ര ഹെവി ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ബൊട്ടിക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. സോ നമുക്കിനി ഒരുപാട് ഞാൻ കത്തിയടിക്കാതെ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഡിസൈൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ഔട്ടർ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി ഞാൻ ഏതെങ്കിലും ഒന്നിനെ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡിസൈൻ പറഞ്ഞത് നമുക്ക് ഈ ബ്ലൂവിൽ നോക്കാം. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബ്ലൂ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ പറയണം. എനിവേ നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വരുന്നത് റോ കോട്ടൺ ആണ്. ഇതിപ്പോൾ സൂം ചെയ്തപ്പോൾ ഈ ഒരു ബ്ലൂവിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ എത്ര നന്നായിട്ടാണ് ഈ കളർ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. ഇത്രയും ബ്യൂട്ടിഫുൾ ആണ്. നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഇത് റോ കോട്ടൺ ആണ്. ലൈനിങ് കൊടുത്തിട്ടുള്ളത് കോട്ടൺ ആണ്. ഇനി ഷോളും സ്കേർട്ടും വരുന്നത് നോർമൽ ഹാൻഡ്ലൂം കോട്ടണിലാണ് വരുന്നത്. സ്കേർട്ടിന് ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി വർക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അപ്പോൾ സ്കേർട്ടിനാണെങ്കിലും ദുപ്പട്ടയ്ക്കാണെങ്കിലും 3 ലെയർ ഓഫ് ബോർഡേഴ്സാണ് വരുന്നത്. അതായത് ഏറ്റവും എഡ്ജിലായിട്ട് ഈ ബ്ലൗസിൻ്റെ കളറുള്ള ഒരു സെയിം മെറ്റീരിയൽ വെച്ചിട്ടുള്ളൊരു ബോർഡർ, പിന്നെ ഒരു ഗോൾഡൻ കളർ ബോർഡർ, അത് കഴിഞ്ഞ ഒരു ലേസാണ് വരുന്നത്. ഈ ലേസിൻ്റെ മുകളിലൊക്കെ നമ്മൾ സ്റ്റോൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിതൊരു ഫംഗ്ഷൻ ഇട്ട് പോകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ദൂരേക്ക് നോക്കുമ്പോൾ കാണാം അത് നന്നായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ട്. അത്രയും ഷൈനിങ് ലെവലുള്ള ഒരു എന്താ പറയുക പ്രത്യേക കട്ടിങ്ങിലുള്ള സ്റ്റോണാണ് നമ്മളതിനെ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടറിയാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ദുപ്പട്ടയിൽ വരുന്ന വർക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലുള്ള ഹാൻഡ് വർക്കിലേക്ക് പോകണം. ഹാൻഡ് വർക്ക് നമ്മൾ മെയിനായിട്ട് സ്ലീവിൻ്റെ ബോർഡറിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈനിൽ നമ്മൾ ഇതിന് മുമ്പും വർക്ക് ചെയ്തിട്ടുണ്ട്. എനിവേ നമുക്ക് ആ ഡിസൈൻ ഒന്ന് നോക്കാം. നെക്കിൽ ഒരു ബോർഡർ ആണ് വരുന്നത്. ബോർഡർ മെയിനായിട്ടും ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഒരു സെരി ത്രെഡ് വെച്ചിട്ടൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 3 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു പൈൻ കോൺ പോലെ അല്ലെങ്കിൽ ഒരു കോണായിട്ട് ഉള്ള ഒരു ഷേപ്പിൽ ഒരു ബോർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നെക്കിൽ വരുന്ന പാറ്റേൺ എന്ന് പറയുന്നത്. പിന്നെ സ്ലീവിലാണ് ഡിസൈൻ വരുന്നത്. സ്ലീവിൽ ബ്രോഡായിട്ടുള്ള ഒരു ബോർഡർ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ആ ബോർഡർ വർക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒരു ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ത്രെഡ് വെച്ചിട്ടാണ് ഫ്ലവർ ചെയ്തത്. സൈഡിലൂടെ എഡ്ജസിൽ ബീഡ്സ് വെച്ച് ആ ഫ്ലവറിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിലായിട്ട് ഒരു ബീഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫില്ലിംഗ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സാരി ത്രെഡ് വെച്ചിട്ടാണ്. ഗോൾഡൻ കളർ സാരി ത്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ബോർഡർ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ബീഡ്സ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാം പുറത്തേക്ക്. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഡിസൈനിൻ്റെ ഒരു എലഗൻസ് കൂട്ടുന്നതാണ് ഈ ഒരു സംഭവമൊക്കെ. ഇത് നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ടുള്ള ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിനുശേഷം കട്ട് ബീഡ്സും ആൻറ്റിക് കളർ ഗോൾഡൻ ബീഡ്സും വെച്ചിട്ടാണ് ഇത് പുറത്തേക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബോർഡറിനെ ഡിഫൈൻ ചെയ്യാൻ മുകളിലായിട്ട് 2 ലെയർ ഓഫ് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറിയ ബീഡ്സും പിന്നെ അതിൻ്റെ വലിയ ബീഡ്സും വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്ലീവ്സിലാണെങ്കിൽ ബുട്ടീസ് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ഷേപ്പുള്ള ബുട്ടീസാണ്. ആ ബുട്ടീസിൻ്റെ ഉള്ളിൽ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്ലൈനും കൊടുത്തിട്ടുണ്ട്. ഈ സെയിം പ്രോഡക്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്ട്സ് പല ബൊട്ടിക്സിൻ്റെയും പേജിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ വർക്കൊക്കെ ആരെങ്കിലും കാട്ടിത്തരാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ പിക്ക് നിർബന്ധമായിട്ടും ചോദിക്കുക. അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ ഫിനിഷിംഗ് ഒക്കെ ഈ റേഞ്ചിലാണോ വരുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. ഒറിജിനൽ പ്രൊഡക്റ്റ് ആണോ എന്നുള്ളത് പറ്റിക്കപ്പെടാതിരിക്കുക, സൂക്ഷിക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹാൻഡ് വർക്ക്സ് വരുന്നത്. പിന്നെ സ്കേർട്ടിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബോർഡർ 3 ലെയർ ഓഫ് ബോർഡർ ഉണ്ട്. സ്കേർട്ട് പാനൽ കട്ടാണ് ചെയ്തത്. നല്ല ഫ്ലെയറിലാണ് നമ്മൾ സ്കേർട്ട് ചെയ്തിട്ടുള്ളത്. ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിരിവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പിന്നെ
ഇതിൻ്റെ ഇത് നമുക്ക് ഇതുപോലെ ഡ്രസ് കോഡല്ലാതെ നമുക്ക് എൻഗേജ്മെൻറ്റ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് ഇപ്പോൾ കല്യാണത്തിന് അമ്പലത്തിൽ പോകുന്ന ഷൂട്ട് അല്ലെങ്കിൽ സേവ് ദ ഡേറ്റ് വീഡിയോയിലേക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ ഈവൻ വെഡ്ഡിങ് റിസപ്ഷൻ വരെ ഈ ഒരു പാറ്റേൺ ആളുകൾ മേടിക്കാറുണ്ട്. നമ്മൾ മോസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണിത്. ഇത് നമ്മൾ ഓൾമോസ്റ്റ് 1 ഇയർ മുമ്പാണ് ഇതിൻ്റെ ഫസ്റ്റ് പീസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഒരുപാട് ഓർഡർ വന്നിട്ടുള്ള ഒരു പാറ്റേൺ കൂടിയാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു നമ്മുടെ റെഫറൻസ് ഇമേജ് വെച്ചിട്ട് ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ്സ് പ്രോഡക്റ്റ് ഇറങ്ങുന്നുണ്ട്. സോ അത് ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിട്ട് എൻ്റെ അടുത്ത് തന്നെ മേടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ജെന്യുവൻ ആണോ എന്നുള്ളത്, ഈ ഒരു വർക്കും ഈ ഒരു ഫിനിഷിങ്ങും ആണോ വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ബ്ലൂ കളറാണ് ഞാനിപ്പോൾ സൂം ചെയ്ത് കാട്ടിയത്. ഞാനിപ്പോൾ ഒന്ന് മെറൂൺ എല്ലാ കളറും ഒന്ന് സൂം ചെയ്ത് കാട്ടിത്തരാം. വർക്കൊക്കെ സെയിം ആയിട്ടാണ് വരുന്നത്, പക്ഷെ ഒരു കളറിൻ്റെ ഹൈലൈറ്റ്നെസ് കാണാം. ഇപ്പോൾ കണ്ട ഇതാണ് മെറൂൺ ഷെയ്ഡ് വരുന്നത്. ഇത് നല്ല അടിപൊളി കളറാണ്. ഇതേ വർക്ക് തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇതൊരു പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു മജന്തയും ഒരു ഡാർക്ക് മജന്ത കളറാണിത്. ബ്രൈറ്റ് അല്ല, ഡാർക്ക് മജന്ത കളറാണ്. നല്ലൊരു കളറാണ്. പിന്നെ അടുത്തത് വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ്. എല്ലാ കളറും നല്ല കളേഴ്സാണ്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവുന്ന കളേഴ്സാണിത്. ടോട്ടലി ഒരു വേർത്തി ആയിട്ടുള്ള ഡിസൈൻ കളക്ഷനാണെന്ന് നമുക്ക് പറയാം. ഒന്നോടൊന്ന് നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഇതുപോലുള്ള വീഡിയോസ് ഇനി ഒരുപാട് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ, താങ്ക് യു.